അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പാല് വന്നു, നമ്മുടെ സ്ഥിരം പരിപാടികളൊക്കെ തുടങ്ങി, സിലിണ്ടർ കിട്ടി. അങ്ങനെ മഹാഭാഗ്യം എന്ന് പറയുന്നുണ്ട്. ഭയങ്കര ഒരു റിലാക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് കിട്ടണത് വരെ നെക്സ്റ്റ് ബുക്ക് ചെയ്യണത് വരെ നമുക്കൊരു ടെൻഷൻ തന്നെയായിരിക്കും, അതുവരെ എത്തിക്കണ്ടേ എന്നുള്ളത്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളത് മനസ്സിലായി, ഈസി കുക്ക് ഉള്ളത് കൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഞ്ചസാര ഏകദേശം ഏറെക്കുറെ കഴിഞ്ഞു. ഇനി അതിനെയൊക്കെ ഒന്ന് പൊട്ടിച്ച് എടുക്കണം കേട്ടോ. ഞാൻ പിന്നെ 5 kg ആ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന്ന് വലിയൊരു ബോട്ടിലിലോട്ട് ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്, അതിനൊക്കെ ആൻസറും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. എന്താണ്, ചീനച്ചട്ടിയിൽ പൊരിക്കൂ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ചീനച്ചട്ടി കുഴിയുള്ള ചട്ടികളില്ലേ, അത് ഏറെക്കുറെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ചീനച്ചട്ടിൻ്റെ ഓർമ്മ വന്നത് കേട്ടോ. ഇനി ഞാൻ അതിൽ പൊരിക്കുക. ഒരു ഇൻഡോലിയം അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവമല്ലേ, അങ്ങനെ ഒരു ചീനച്ചട്ടി എനിക്കുണ്ട്. പക്ഷേ എനിക്ക് പൊരിക്കുന്നതിന് മുമ്പൊന്നും ഓർമ്മ വന്നില്ല കേട്ടോ. അതാണ് ഒരു പ്രശ്നമായത്. പിന്നെ ഞാൻ വേഗം പോയി അടിച്ചു വാരി ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി. ഫസ്റ്റ് സിറ്റ് ഔട്ട് അടിച്ചു വാരി ഈ ഒരു ചവിട്ടി വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭാഗം പിന്നെ നമുക്ക് നോക്കണ്ടല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യുക. പിന്നെ ഉള്ളിലൊക്കെ ഞാൻ എൻ്റെ പണികളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് അടിച്ചു വാരാൻ നിൽക്കുക. ഒന്നുമില്ലെങ്കിൽ ചായ കൂടി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അയൻകുട്ടിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ ചവിട്ടി ഒന്ന് വിരിച്ചിട്ടു. ഇത് തൂക്കണമെങ്കിൽ തന്നെ 2-3 ആൾക്കാരൊക്കെ വേണം. അതിൻ്റെ ആ വെയിറ്റ് ബാലൻസ് ചെയ്യട്ടോ. ഞാനിങ്ങനെ തട്ടി പലരും വിചാരിക്കായിരുന്നു അഴുക്കിങ്ങനെ തട്ടി കളയുകയാണെന്ന്. അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഈ ഒരു ഇരിപ്പിടം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്, വല്ല പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ വേഗം ഈ ഒരു കഫ്താനിടാൻ ഭയങ്കര സുഖാട്ടോ, നല്ല സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ 2-3 കൂടി വാങ്ങിച്ചാലോ എന്ന് വരെ ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ട്. അത്രയും കംഫർട്ടാട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വാഷിങ്ങിനും കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഹലോ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ജിമ്മിൽ പോകാൻ 3/4 മണിക്കൂർ എന്ന് തന്നെയാണ് അത്ര ഞാൻ പറഞ്ഞത്. സോറി മുത്തേ, ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ. അതായത് 3/4 കിലോമീറ്ററാണ് കേട്ടോ ഉള്ളത്. പിന്നെ തുടക്കത്തിലുള്ള അസ്സാം വലൈക്കും ഹായ് ഹലോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും താങ്ക് യു. അത് ഞാൻ ആദ്യമൊക്കെ ഹായ് ഹലോ ഇങ്ങനെ മാത്രം പറഞ്ഞിട്ട് എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നെ അങ്ങനെ ആരൊക്കെയോ വന്നിട്ട് സലാം പറയൂ എന്ന് പറഞ്ഞു. പക്ഷേ സലാം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊരു സലാം എന്നത് അസ്സാം വലൈക്കും എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് തന്നെയല്ലേ. അതിപ്പോൾ നമ്മൾ എന്തായാലും ഒരാളെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് മൈൻഡിൽ വിചാരിക്കുക. നമ്മളിപ്പോൾ നിങ്ങളോട് വർത്തമാനം പറയുന്ന പോലെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഗ്ഗ് 2 ട്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഇനി അത് കഴുകിയെടുക്കണം. എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ് കേട്ടോ അത്. ഇച്ചിരി വാങ്ങിക്കുമ്പോൾ അതും ബുദ്ധിമുട്ട്, കുറേ വാങ്ങിക്കുമ്പോൾ അത് ഫുൾ ഒന്നിച്ച് കഴുകിയെടുക്കണ ബുദ്ധിമുട്ട്. പക്ഷേ സാരമില്ല, നമുക്ക് നോക്കാം. 3 കളറ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. 3ന്നും 1/4 ഭാഗം എടുത്തിട്ട് ബാക്കി ഞാൻ അതിൽ തന്നെ അങ്ങോട്ടാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. ഇനി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ. പിന്നെ ഇതാ ഉള്ളി ഒന്ന് നന്നാക്കിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൽ. എന്നിട്ട് ഉണ്ടാക്കാൻ പോണത് എന്താ, ന്യൂഡിൽസാണ്. വലിയ ഹെൽത്തി ആയിട്ടുള്ള സാധനമൊന്നുമല്ല, എല്ലാം കൂടി എടുക്കണുണ്ട്. അപ്പോൾ ജിനിത്ത് ഇതൊക്കെ വെട്ടിക്കൂട്ടി മുറിച്ചൊരു സാലഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിച്ചോ? ന്യൂഡിൽസാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുവപ്പ് ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ച അരിഞ്ഞെടുത്തിട്ടുണ്ട്, മഞ്ഞ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെന്തിനാ എല്ലാം പല കളർ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തിങ്ക് ചെയ്തിട്ടുണ്ടോ? അന്ന് ക്യാപ്സിക്കം പച്ച മഞ്ഞ ഇതൊക്കെ ഒരേ ക്യാപ്സിക്കം ആണോ അങ്ങനെ എന്തോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഇടയ്ക്ക്, പക്ഷെ ഇപ്പം മറന്നു. അങ്ങനെ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് അടച്ചു വെച്ചോ. അപ്പോഴത്തേക്ക് എഗ്ഗ് ഇതുപോലെ പൊട്ടിച്ചെടുക്കണം കേട്ടോ നമുക്ക്. ഞാനിവിടെ ഒരു 3-4 എഗ്ഗ് എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ ഒരാൾ ടൈയും ബെൽറ്റൊക്കെ തപ്പുമായിരിക്കും. അങ്ങനെ എഗ്ഗൊക്കെ സെറ്റാക്കി ഞാൻ ഇതിലോട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വയ്ക്കുക. പിന്നെ ഇപ്പി ന്യൂഡിൽസ് തന്നെയാട്ടോ എടുക്കുന്നത്. ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് ന്യൂഡിൽസ് കഴിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്.
വേഗം നമ്മൾ ഇനി ഇതിനൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി അതിൻ്റെ മസാല ഞാനൊരു ബോക്സിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിളൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് 4 എഗ്ഗ് ഇങ്ങനെ അങ്ങ് ആക്കി കൊടുത്തു അടച്ച് വെക്കുന്നുണ്ട്. ഇതൊന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നല്ലോണം കുക്കായി പോയിട്ടോ, പുഴുങ്ങിയ ഒരു പരുവത്തിലായിപ്പോയി. അപ്പോൾ മോൻ കഴിച്ചപ്പോൾ ഇതെന്താ പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തിട്ടതാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അതായിരുന്നില്ല. അങ്ങനെ നമ്മളെല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇതിലോട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കൂടെ തന്നെ ഞാൻ ഇച്ചിരി ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി നമ്മുടെ ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഹായ് ജിനി സൂപ്പർ വീഡിയോ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. കുറേ സൂപ്പർ ഹായ് ഫസ്റ്റ് അങ്ങനെ കുറേ കമൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഈ മസാല റെഡിയായിട്ട് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ മോംസിൻ്റെ ഒരു ഹൈലൈറ്റാണ് അല്ലേ, മാഗി നൂഡിൽസ് ഇങ്ങനെ പൊട്ടിച്ചിടുന്നത്. ഞാനും അങ്ങനെ തന്നെയായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പുറത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 കട്ട നൂഡിൽസിന് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കാറ്. അങ്ങനെ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. പക്ഷെ ഞാൻ 3ഉം ഒഴിച്ചു കൊടുത്തില്ല. ഒരു 2:30-2:45 ഇടയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഓവർ വേവാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, എന്നാലേ കറക്റ്റായിട്ട് വേവുള്ളൂ. അങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ വീണ്ടും അടച്ച് വയ്ക്കുന്നുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുമ്പോഴേക്കും ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞാൻ അവനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പക്ഷേ ഞാൻ പുട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പാക്ക് ഇത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റില്ല, എപ്പോഴെങ്കിലുമൊക്കെ ടേസ്റ്റ് നോക്കുന്നു മാത്രം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വായിലോട്ട് ഇച്ചിരി ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴൊക്കെ ഭയങ്കര കൺട്രോൾ വന്നിട്ടുണ്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. അതെങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാലും അറിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 35 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പൊരിച്ചതിനെക്കാട്ടിലും പുഴുങ്ങിയതാണ് നല്ലത് എന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് കുറേ റീല് വരാറില്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. എന്നോട് ഈ ബ്രെഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലുലൂത്തെ ബ്രെഡ് തന്നെയാണ്, വീറ്റ് ബ്രെഡാണ്. അപ്പോൾ 2 ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് പീനട്ട് ബട്ടറൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇന്ന് അവനക്ക് ലഞ്ചിൽ ഇതന്നെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. വന്നിട്ട് ഞാൻ ചോറ് കഴിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ റെഡിയാക്കി കൊടുക്കണത്. പക്ഷേ മൂപ്പരുണ്ടല്ലോ ചോറൊന്നും കഴിച്ചില്ല. വന്നിട്ട് ചപ്പാത്തിയും കറിയാട്ടോ കഴിച്ചത്. അവനക്ക് പിന്നെ ചോറ് കഴിക്കാനേ പറ്റത്തില്ല. എനിക്ക് FB ഇല്ല എന്ന് പറയുന്നുണ്ട്, മാഷാല്ലാ എന്ന് പറയുന്നുണ്ട്. മോരുകറിയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുമെന്ന്. ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ജോബ്, എപ്പോൾ തീരുമെന്ന്. ഇപ്പോൾ കുറച്ചായിട്ട് മടിയാണ് കേട്ടോ. ഇനി അത് കറക്റ്റായിട്ട് ആക്കണം. ഞാൻ രാവിലത്തെ ചായ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങും. ശരിക്കും ഒരു 7 മണി ആ ടൈമിലൊക്കെ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് കേട്ടോ. അപ്പോൾ കാരണം ഒരാൾക്കുള്ള ലഞ്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ആക്കുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ നല്ല കുട്ടി ആവണം, കാരണം ഒരുപാട് വൈകുന്നുണ്ട്. പിന്നെ എല്ലാം രാവിലെ വൈകി കഴിഞ്ഞാൽ എല്ലാം വൈകുമല്ലോ. കുറച്ച് പുട്ടുപൊടി ആക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്യാസിൻ്റെ അടുത്ത് അടുപ്പ് വെക്കല്ലേ, എന്നാൽ പിന്നെ സൗകര്യമായില്ലേന്ന് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരുന്നത്. ഇപ്പം ഉണ്ടല്ലോ എനിക്ക് അവിടെ സ്പേസ് ഇല്ലാഞ്ഞിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. അത് കാരണം ഞാൻ കുറച്ച് പുറത്തോട്ട് മാറ്റി വെച്ചത്. പിന്നെ അന്ന് വെക്കുന്ന സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞു അങ്ങനെ അടുത്ത് വെക്കല്ലേ, ഗ്യാസിൻ്റെ അടുത്ത് കറണ്ട് വെക്കല്ലേ, ഗ്യാസിൻ്റെ അടുത്ത് അത് വെക്കല്ലേ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മൊത്തത്തിൽ അതങ്ങ് മാറ്റിയത്. പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം നമ്മൾ എല്ലാവിടെയും ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് എന്താ പറയുക, അടിച്ചു വാരിയൊക്കെ എടുക്കണം. അങ്ങനെയൊക്കെ അങ്ങ് പോവാം അല്ലേ. പിന്നെ ജിനി 3/4 മണിക്കൂർ എന്ന് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്, എനിക്കല്ല. ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കൂ, അപ്പോൾ അറിയാമോ. ഓക്കെ മുത്തേ, തെറ്റ് പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കുക. മനുഷ്യന്മാരല്ലേ, തെറ്റ് പലതിലും പറ്റും. അപ്പോൾ നിങ്ങൾക്കും എനിക്കും ആർക്കും ഒക്കെ തെറ്റൊക്കെ പറ്റുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്ഷമിച്ച് പുറത്ത് അങ്ങനെ പോകുക അല്ലേ. പിന്നെ ഞാൻ വേഗം അടിച്ചു വാരലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം നിറച്ചിട്ട് സ്റ്റൗവിലൊന്ന് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ മാവൊക്കെ സെറ്റാണ്. ഇനി കുറച്ച് തേങ്ങയൊക്കെ ചിരവിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നലെ എൻ്റെ വീഡിയോയിലുണ്ടല്ലോ, ഇപ്പോൾ FB ഇങ്ങനെ കുറച്ച് മുന്നായിട്ട് കൊണ്ടുവന്നൊരു അപ്ഡേഷൻ ഉണ്ട്.
നമ്മളിടുന്ന ലോങ് വീഡിയോ തന്നെ കട്ട് ചെയ്ത് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ആയി പോകും. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഓപ്ഷൻ മാറ്റി വെക്കാനും ഉണ്ട്. ഇന്നലെ ഞാൻ ഉറക്കത്തിൻ്റെ ഇടയിലാണ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്ഷൻ മാറ്റാൻ മറന്നു. അത് കാരണം എൻ്റെ വീഡിയോ പാർട്ട് 35 വരെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് നിങ്ങൾക്ക് വട്ടായിട്ടുണ്ടോ എന്നറിയില്ല. അതിൻ്റെ മെയിൻ വീഡിയോ കണ്ടാൽ മതി, ബാക്കി പാർട്ടൊന്നും നിങ്ങൾ കാണണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രശ്നം ഉള്ളത്. അപ്പോൾ നമ്മൾ പ്ലേറ്റുകളും പഴവും എല്ലാം കൊണ്ടുവച്ചു, പുട്ടുണ്ടാക്കിയത് കൊണ്ടുവച്ചു, പിന്നെ അതുപോലെ നമ്മൾ ന്യൂഡിൽസ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, എല്ലാം വിളമ്പിയിട്ട് എന്താ പറയുക, എത്ര പ്രാവശ്യം എന്താ പറയുകയെന്ന് പറയുന്നത്, കഴിക്കാൻ വിളിക്കുക. ഇന്ന് ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആണ് അല്ലേ. ഞാൻ ജിമ്മിലൊക്കെ നല്ല പോലെ വർക്കൗട്ട് ചെയ്തു, പക്ഷെ മെൻ്റലി ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. അതൊന്ന് സെറ്റാക്കി എടുക്കണം. ഇടയ്ക്ക് നമുക്ക് വരുന്നതാ. അങ്ങനെ ഞാൻ ഇത്തിരി ന്യൂഡിൽസ് എടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന്. പിന്നെ ചെറിയൊരു പീസ് പുട്ടും കഴിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് നമ്മുടെ ഡയറ്റ്. അപ്പോൾ പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വയം തന്നെ ജിനി നീ കൺട്രോൾ ചെയ്യൂ എന്ന് പറയണം കേട്ടോ. 2-3 പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ ഞാൻ കൺട്രോൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ജിനിയുടെ വ്ളോഗ് വന്നില്ലല്ലോ എന്ന് നോക്കാൻ കയറിയതാണ്, കറക്റ്റ് ടൈമിൽ വന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ മുത്ത, താങ്ക് യു എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണിന്. പിന്നെ ഷുഗർ ഞാൻ ഇതുപോലെ 2 ബോട്ടിലിൽ ആക്കി എടുക്കുന്നുണ്ട്, പക്ഷെ അതിൽ തികഞ്ഞില്ല. പിന്നെ ഞാൻ വേറെ ബോട്ടിൽ വെച്ചില്ല. എന്ത് ചെയ്തു എന്നറിയോ, ഇവിടെ ഇങ്ങനെ ഉരുക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചു. എൻ്റെ ഉമ്മയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനത്തെ പരിപാടി. അപ്പോൾ ഞാനും അത് ചെയ്തു. അങ്ങനെ ഈ 2 ബോട്ടിൽ അവിടെ ഇരിക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് എടുക്കണോ അതോ മറ്റേ ബോട്ടിലത്തെ കഴിഞ്ഞിട്ട് എടുക്കണോ അതോ ഇത് എടുക്കണോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കാം. കാരണം നമുക്ക് പഞ്ചസാര അത്യാവശ്യം നിൽക്കും. 1 കിലോ പഞ്ചസാര തന്നെ കുറേ ദിവസം നിൽക്കും. ഷുഗർ ഉണ്ടാക്കുകയാണെങ്കിൽ നിൽക്കില്ല കേട്ടോ. എന്തെങ്കിലും മധുരം ഉണ്ടാക്കുകയാണെങ്കിൽ, ചായ മാത്രം വെക്കുകയാണെങ്കിൽ നല്ലോണം നിൽക്കും കേട്ടോ. ജിനി ചപ്പാത്തിയാണോ അതോ ഭൂരിയാണോ ഉണ്ടാക്കുന്നത്? ഭൂരിക്ക് ഇങ്ങനെ പരത്തണ്ടല്ലോ. ഞാൻ പൊടിയിട്ട് പരത്തി, പ്രസ്സുണ്ട്, പക്ഷേ പ്രസ്സൊക്കെ ഒരുപാട് മോശമായി, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല കേട്ടോ. ചപ്പാത്തി മാവ് പച്ചവെള്ളം ആണോ കുഴച്ചെടുക്കുന്നത്? അതെ, ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് എപ്പോഴും കുഴച്ചെടുക്കാറ്. കുഴച്ച് എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പിന്നെ മേ ബി പെൻഷൻ 60 ഉണ്ടാകുന്നു. അവർ ഗസ് ചെയ്തത് കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പെൻഷൻ്റെ കാര്യമൊന്നും അവിടെ പറയത്തില്ല. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ചീത്ത പറയും. അങ്ങനെ ചായ വെച്ച് ചായയെല്ലാം കുടിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ആ ഒരു പാട്ട് കേട്ടിട്ട് ഞാൻ ആ സിനിമ വീണ്ടും കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. അയ്യോ, അതൊരു വല്ലാത്തൊരു മൂവിയാണ്. നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ മൂവിൻ്റെ. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ കൊറോണ ടൈമിൽ കൊറോണ തീം തന്നെ വെച്ചിട്ട് ഒരു മൂവി ഇറക്കിയില്ലേ ബേസിൽ അല്ലേ, മൂപ്പര്. അപ്പോൾ അത് മൈൻഡിലിങ്ങനെ കിടന്നിങ്ങനെ ഇതാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് കേൾക്കും കേട്ടോ. എനിക്കതിലത്തെ എല്ലാ പാട്ടും അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് മെലഡി കേൾക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. മറ്റേ ഉണരുമീ ഗാനം, 3-ാം പക്കം, ആ സിനിമയ്ക്ക് കാണാൻ തോന്നാറുണ്ട്, പക്ഷെ കരയാൻ വയ്യ. എന്നിട്ടാണ് ഭയങ്കര കരച്ചിലുള്ള മൂവിയല്ല അതൊക്കെ. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകില്ലേ. അത്രയും ഒരു ഭയങ്കര അഡിക്ഷനാണ് അങ്ങനത്തെ പാട്ടിനൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ട് എഗ്ഗ് ഇതുപോലെ കഴുകിയെടുത്ത് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3 എഗ്ഗ് ഇങ്ങനെ ചെറുതായിട്ട് ബ്രേക്കായ പോലെ കടിഞ്ഞിങ്ങനെ വരാൻ പോണു എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ എഗ്ഗിനെ ഈ കുഞ്ഞു ബൗളിലേക്കാക്കി. എന്താണ് പൂച്ചനെ ഓടിച്ചു വിട്ടേ, അത് കരയണ നോക്ക്. ബാക്കില് കരയണ നോക്ക്. ഒരുമാതിരി കരച്ചില്. പ്രസവ തന്നെ
അപ്പോൾ എൻ്റെ ഈ പറച്ചിൽ കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനത്തെ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതായത് കുഞ്ഞുങ്ങളിങ്ങനെ കരയണ പോലെ നമുക്ക് തോന്നൂലേ? എനിക്ക് അങ്ങനെ തന്നെ തോന്നുക കേട്ടോ. അതാണ് ഞാൻ അതിനെ ഓടിച്ചു വിടാൻ പറഞ്ഞത്. പക്ഷെ ഒരു ഗർഭിണി പൂച്ച ഉണ്ടായിരുന്നു, അതല്ല എന്ന് പറഞ്ഞു. അതല്ലാന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് പിന്നെ അങ്ങനെ മിണ്ടൊന്നുമില്ല. ഇപ്പോൾ അതിന് വയറൊന്നും കാണുന്നില്ല. അതിനി എവിടെയെങ്കിലുമൊക്കെ പ്രസവിച്ചോന്നറിയില്ല. മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പത്തിന് നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെ വരും കേട്ടോ പൂച്ചകൾ. അങ്ങനെ ഞാൻ എപ്പോഴൊന്നും ഫ്രിഡ്ജിലും ഞാൻ എഗ്ഗ് വെക്കാറില്ല. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോയി വെച്ചു കേട്ടോ. കാരണം അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു ചിക്കൻ ഫ്രൈയും കൂടെ ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണണം എന്നുള്ളൊരു കാണുക. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വ്ളോഗ് ഉണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. മസാലകളൊക്കെ ഇട്ട് കൊടുത്ത്, ഉപ്പിട്ട് കൊടുത്ത്, കസൂരി മേത്തി, സോയാ സോസ്, ലെമണ്, ഇങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ സെറ്റാക്കി മസാലയൊക്കെ എന്താ പറയുക അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയില കൊത്തി അരിഞ്ഞതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ചെറുതാക്കി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിൽ ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എന്തായാലും മസാല സൂപ്പറാണ്, ഉണ്ടാക്കി നോക്കുക കേട്ടോ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് നമ്മൾ ഇന്നലത്തെ മോരുകറി തന്നെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ മുളക് ഇടലും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. വേറെ ഒന്നും പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല. അയ്യോ സൗണ്ട് വരുന്നു, ഇൻസ്റ്റ അറിയാണ്ട് ഓണായതിൻ്റെ സൗണ്ടാണ്. അങ്ങനെ നമ്മൾ ഇന്നലത്തെ മോരുകറിയുടെ റെസിപ്പിയും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തൈര്, തേങ്ങ, ചെറിയ ജീരകം നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇതിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഇടാണ്ടിരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കടുക്, കറിവേപ്പില, ചുവന്ന മുളക്, വെന്തയം ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ആക്കിയിട്ട് തിളപ്പിച്ച ശേഷം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കുക, അടച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ മോരുകറിയുടെ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോൺ വെജൊക്കെ ഉണ്ടാകുമ്പോൾ മോരുകറി കഴിക്കാനും വയ്ക്കാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ താത്ത വിളിച്ചപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫോൺ വന്നാൽ പിന്നെ അവിടെ ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ സമയം അങ്ങോട്ട് പോണതേ പിന്നെ അറിയില്ല. അങ്ങനെ ഞാൻ എപ്പോഴും ആര് കോൾ ചെയ്താലും എൻ്റെ ഡ്യൂട്ടീൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇങ്ങനെ പോകും കേട്ടോ. അത് എപ്പോഴുമേ അങ്ങനെയാണ്, അവളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അടിച്ചു വാരൽ കഴിഞ്ഞു, പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എന്നും വിളിക്കുന്ന ആൾക്കാരല്ല, പക്ഷേ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യം സംസാരിക്കും കേട്ടോ. കുറേ ടോപ്പിക് ഉണ്ടാവും നമുക്ക് സംസാരിക്കാൻ ടോപ്പിക് ഉണ്ടാവുന്ന സമയങ്ങളിൽ മാത്രമാണ് അധികം വിളിക്കാറ്. അങ്ങനെയാണ് ഞാനും താത്തയും കേട്ടോ. പിന്നെ അനിയത്തി ഇപ്പോൾ കുറച്ച് ബിസി ആയത് കാരണം നമുക്ക് അധികം കോള് ഇപ്പം ഇല്ല. പണ്ട് എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് ഞാൻ പിന്നെ എന്നും വിളിക്കും കേട്ടോ. വീട്ടിലേക്ക് എന്നും വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതങ്ങനെ ശീലമായിപ്പോയി. പ്രത്യേകിച്ച് ഒന്നും വർത്താനം പറയാനൊന്നും ഉണ്ടാവില്ല, പക്ഷേ എന്നും വിളിച്ചിട്ട് നമുക്കതൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാത്രം കഴുകിയതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നലെ നമ്മൾ മീൻ മസാല കൂട്ടിയിൽ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ചിട്ടൊരു മുളക് ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറിവേപ്പിലൊക്കെ വലിച്ചിട്ട് വന്നു. തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കി ക്ലീനാക്കി എടുക്കണം. ഞാൻ ചെറിയുള്ളിയും തക്കാളിയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാകുമ്പോൾ മുളക് ഇട്ടതിന് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ. എനിക്ക് മുളക് ഇട്ടത് മട്ടരി ചോറ്, പപ്പടം, പയറുപ്പേരിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മുളക് ഇട്ടത് എനിക്ക് പുട്ടിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്, പൊറോട്ടയിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മുളക് ഇട്ടത് ഏതിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജീരകം, ഉലുവിയിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് താളിച്ചിട്ടുണ്ട്. പിന്നെ അരച്ച് നമ്മുടെ ഈ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പീസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഞാൻ അതിലോട്ട് പുളിവെള്ളം ആഡ് ചെയ്യുകയാണ്, കുടംപുളി ആഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ എല്ലാ ടേസ്റ്റും ബാലൻസ് ചെയ്യാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മസാല കൂട്ടിയ ഫിഷ് തന്നെയാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് വേവിക്കേണ്ടി വരും. 4-5 പീസ് തന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾക്ക് ഒന്ന് തൊട്ട് കൂട്ടാൻ ഉണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ വിചാരിച്ചിട്ട്. അങ്ങനെ എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചു, ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കറിവേപ്പിലിട്ട് അങ്ങ് മൂടി വെച്ചു. ഉപ്പേരിയായിട്ട് ഞാൻ വൻപയർ ഉപ്പേരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്.
അതുപോലെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോയിട്ടുണ്ട് ഇന്നത്തെ ഡേ കേട്ടോ. തുടക്കാൻ പോയപ്പോഴാണ് ഒരാൾ വരുന്നുണ്ട്, ഒരാളല്ല കസിന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് വീക്കും ഫോണൊക്കെ മാറ്റി വേറൊരു ഭാഗത്ത് ഫിറ്റ് ചെയ്ത് അവിടെ പോയി തുടക്കണം, വീഡിയോ എടുത്തു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ.